അപ്പോഴേ നമുക്ക് 10-12 പേര് അങ്ങോട്ട് പോയാലേ ഒക്കത്തുള്ളൂ. അളിയാ നമ്മളന്നേ നമ്മുടെ മാങ്കാക്കുഴിയിലൊരുത്തൻ്റെ വീട്ടിൽ പോയില്ലേ, രാജേഷ് എന്ന് പറഞ്ഞത്, മാങ്കാക്കുഴി രാജേഷ്. അവൻ നല്ലൊരു ചെറുക്കനാ അല്ലയോ? മാങ്കുഴി രാജേഷല്ലയോ? നല്ലൊരു പയ്യനാണ്. ചെറുപ്പക്കാർ പിള്ളേരായി ഇങ്ങനെ വേണം. കാരണം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു, അവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നു, അവൻ നമ്മളെ പിടിച്ചിരുത്തുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. എന്തോ ചെറുപ്പക്കാരനവൻ, പിള്ളേരായി ഇങ്ങനെ വേണം. അവൻ രക്ഷപ്പെടും കേട്ടോ. പിന്നെ എന്തോ നല്ല പയ്യനാന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം, നമ്മൾ ചെന്നിട്ട് ഇച്ചിരി ചൂടുവെള്ളമല്ലേ നമുക്ക് തന്നോ? സത്യപരേഷ്മേ, എത്ര സമയം നമ്മൾ ആ വീട്ടിൽ ഇരുന്നു. ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരാത്ത നാറി മാങ്ങൻകുഴി രാജേഷ്. അവൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല കേട്ടോ. മഹാനാറി അവൻ. എന്നാലും അതല്ലളിയാ, അവനെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഒരു ഐശ്വര്യമുണ്ട് അവൻ്റെ മുഖത്ത്. അതെന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ. സത്യമല്ല, അവൻ്റെ മുഖം എന്ന് പറഞ്ഞ് എന്ത് ചിരിച്ചോണ്ടേ അവൻ കാര്യം പറത്തുള്ളില്ലയോ? എന്തൊരു ഐശ്വര്യം അവൻ്റെ മുഖത്ത്. ഐശ്വര്യമുള്ള പയ്യനാണ്. മുഖത്ത് ചിരി ഉണ്ടെങ്കിൽ അവന്റെ മനസ്സൊന്നും അത്ര നല്ലതൊന്നും അല്ല. അത് രേഷ്മ നീ പറഞ്ഞ കറക്റ്റാ. മുഖത്ത് ചിരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുവാ? എന്താ ചിരി അവൻ്റെ ചിരി? കൊലച്ചിരി അവൻ്റെ ചിരി. മനസ്സെന്ന് പറയാൻ വിഷം വെച്ചോണ്ടുള്ള ചിരി. സഹകരിപ്പിക്കരുത് ചെറുക്കനെ. ആര് പോകുന്നു? അല്ലളിയാ, ഇത് പാളിയെന്ന് ഇപ്പം എൻ്റെ സൈഡാണോ അതോ എവിടെ സൈഡാണോ? അത് ഇതാരെയും വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്.